ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് മീനച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. ഇന്ന് ജോയിച്ചേച്ചാണ് മീനച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. മമ്മി അപ്പുറത്തുനിന്ന് ഇൻസ്ട്രക്ഷൻസ് തരും, നമ്മളത് ഫോളോ ചെയ്യുന്നതായിരിക്കും. അല്ലാതെ എനിക്ക് വലിയ കാര്യമായിട്ട് കുക്കിംഗ് അറിയില്ല. അപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. പാനൊക്കെ വെച്ചിട്ട് ഓൾറെഡി പൊരിച്ച് വെച്ച പാനായതുകൊണ്ട് മീൻ പൊരിച്ച പാനായതുകൊണ്ട് സെയിം പാനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ഫിഷ് കിട്ടിയായിരുന്നു. നെത്തലും മത്തിയും. നെത്തലും ഞങ്ങൾ ഉച്ചയ്ക്ക് പീരിയും ഫ്രൈയും ചെയ്ത് ചോറിന് കഴിച്ചു. ഇനി ബാക്കി മത്തിയുണ്ട്, അത് മമ്മി കറി വെക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ചേച്ചി അപ്പോഴേക്കും പോയിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ അതിലെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നന്നായി ഫ്രൈ ചെയ്തെടുത്ത് നമ്മളത് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മളിതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഉലുവയും കടുകും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കടുക് പൊട്ടുന്ന വരെ ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളകും അതുപോലെ തന്നെ മുളക് പൊടി, കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടെ ഫ്രൈ ചെയ്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ജസ്റ്റ് സെറ്റായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് സെറ്റായി വന്നപ്പോഴേക്കും ചേച്ചി വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചേച്ചിക്ക് അത്യാവശ്യം പുളിയുള്ളതാണ് ഇഷ്ടം. അപ്പോൾ ചേച്ചിയുടെ ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് സെറ്റായി വരണം. അതിൻ്റെ ഇടയിൽ ഇതേ മമ്മി അപ്പുറത്ത് കായത്തിൻ്റെ ബോക്സൊക്കെ പൊളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത മീൻ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചതിൽ ഇട്ട് കൊടുത്തു. എന്നിട്ടത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിച്ച് വന്ന സമയത്ത് നമുക്ക് കായ ഇട്ട് കൊടുക്കണം. അപ്പോൾ കായത്തിൻ്റെ പൊടിയാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ചേച്ചി ചെറിയൊരു സ്പൂണിൽ ആവശ്യത്തിനുള്ള കായ എടുത്തിട്ട് അതിൽ വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ജസ്റ്റ് സെറ്റാക്കുന്നുണ്ട്. കഴിഞ്ഞ ചേച്ചിക്ക് കുറച്ചുകൂടെ പുളി വേണമെന്ന് പറഞ്ഞിട്ട് ചേച്ചി വീണ്ടും വിനാഗിരി എടുത്ത് ഒഴിക്കണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് നമ്മളിത് മൂടി വെച്ച് സെറ്റാക്കി ചെയ്യാം. സൂപ്പർ, രക്ഷയില്ല, സൂപ്പർ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കിഡ്ലോസ്കി മീനച്ചാറ്. ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.